ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ഡോണറ്റ്സ് ആണ്. നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഡോണറ്റ്സ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ഷുഗർ ഡോണറ്റ്സ് ഒക്കെ ഉണ്ടാക്കാറില്ലേ. അപ്പോൾ ഒരു തവണയെങ്കിലും ഈ ആപ്പിൾ ഡോണറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇന്നത്തെ റെസിപ്പിയിൽ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, സിനമൺ പൗഡറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വരും, അത് നിങ്ങൾ കളയാനൊന്നും നിൽക്കണ്ട, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. കാരണം ഇനി നമുക്ക് ഈ സിനമൺ ഷുഗർ യൂസ് ചെയ്തിട്ട് കുറേ റെസിപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ യൂസ് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ബാക്കി വരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബട്ടർ പേപ്പറിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത ചോക്ലേറ്റും കുറച്ച് ബാക്കി വരും. അപ്പോൾ അതെല്ലാം കൂടി ഒരു തവണ കൂടി മെൽറ്റ് ചെയ്ത് കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം ഈ ആപ്പിൾ ഡോണറ്റ്സിൻ്റെ മുകളിൽ സോസ് പോലെ ഒഴിച്ച് കഴിക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പി കാണാം. ഞാനിവിടെ 2 ആപ്പിളാണ് ആപ്പിൾ ഡോണറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം ഈ ആപ്പിളിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഈ 2 ആപ്പിളിൻ്റെയും സ്കിൻ റിമൂവ് ചെയ്യാം. അതിനുശേഷം ഓരോ ആപ്പിളും 4-5 സ്ലൈസസ് കട്ട് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിൽ വേണം മുറിച്ചെടുക്കുവാൻ. അപ്പോൾ നമ്മൾ 2 ആപ്പിളിൽ നിന്നും 10 സ്ലൈസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഓരോ സ്ലൈസിൻ്റെയും നടുവിലായി ഡോണറ്റിലുള്ള പോലെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ബോട്ടിൻ്റെ ചെറിയ അടപ്പ് യൂസ് ചെയ്തിട്ടായാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ. എല്ലാ സ്ലൈസും ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സോസ് പാനിൽ വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം 150 ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് സോസ് പാനിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ആ സ്റ്റീമിൽ ചൂട് കൊണ്ട് വേണം ഇതൊന്ന് മെൽറ്റാകുവാൻ. ഇടയ്ക്ക് ഇതുപോലൊരു തവി യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോക്ലേറ്റെല്ലാം നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്ത് ഈ ചോക്ലേറ്റും പാലും നന്നായി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വീഴുന്നൊരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിലേക്ക് ആവശ്യം. ഇത് നമ്മൾ നേരത്തെ ഡോണറ്റ് ഷേപ്പിലേക്ക് ആക്കിയെടുത്ത ആപ്പിൾ സ്ലൈസസ് ആണ്. ഇതിൽ നിന്നും ഓരോന്നെടുത്ത് ഈ മെൽറ്റഡ് ചോക്ലേറ്റിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് ഡിപ്പ് ചെയ്തെടുക്കാം. ഓരോ സ്ലൈസും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത ശേഷം ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച 10 സ്ലൈസസും ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രീസറിലേക്ക് വെക്കാം. നമുക്കിനി ആപ്പിൾ കോട്ടിങ്ങിന് വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് ഞാനൊരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും 1 നുള്ളുപ്പും 1/4 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് ഒരു ബീറ്റർ യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് പാൻകേക്ക് ബാറ്ററായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് സിനമൺ ഷുഗറാണ്. ഒരു പരന്ന പ്ലേറ്റിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സിനമൺ പൗഡർ, കറുവാപ്പട്ട പൊടിച്ചതും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് മൂന്നും നന്നായി യോജിപ്പിച്ചെടുക്കണം. മധുരം അധികം താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റേജിൽ ഈ സിനമൺ ഷുഗർ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കടായിയിൽ ഡോണറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴികെയുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രീസറിൽ നിന്ന് എടുത്ത ശേഷം ഓരോ ആപ്പിൾ സ്ലൈസും ഒരു കത്തി യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഫോർക്കോ ടോങ്ങോ ഏതെങ്കിലും യൂസ് ചെയ്ത് ബട്ടർ പേപ്പറിൽ നിന്നും എടുത്ത ശേഷം ബാറ്ററിൽ ഡിപ്പ് ചെയ്യാം. ആപ്പിൾ സ്ലൈസിൻ്റെ എല്ലാ ഭാഗവും ഈ ബാറ്റർ കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം. ആപ്പിൾ ബാറ്ററിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഈ ആപ്പിൾ സ്ലൈസിൻ്റെ നടുവിലായി ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹോളിൽ നിറഞ്ഞിരിക്കുന്ന മാവെല്ലാം ഈ ഫോർക്ക് കൊണ്ട് തന്നെ മാറ്റണം. നന്നായി ചൂടായ എണ്ണയിലേക്ക്
കോട്ടിംഗ് കൊടുത്ത ആപ്പിൾ സ്ലൈസസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എല്ലാ ആപ്പിൾ പീസസും തിരിച്ചും മറിച്ചുമിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാ ആപ്പിൾ ഡോണറ്റ്സും ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച സിനമൺ ഷുഗറാണ്. എല്ലാ ആപ്പിൾ ഡോണറ്റ്സിനും ഈ സിനമൺ ഷുഗറിൻ്റെ ഒരു ലൈറ്റ് കോട്ടിങ് കൂടി കൊടുക്കാം. ഈ ആപ്പിൾ ഡോണറ്റ്സിന് മുകളിലായി നമ്മൾ നേരത്തെ ആപ്പിൾ ഡിപ്പ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കൊരു പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.